വെൽക്കം ബാക്ക് ടു അത്തു നൈറ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ ഇടുന്നത്. ഞങ്ങൾക്ക് പറ്റുന്നില്ല വീഡിയോ ഇടാൻ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നൈറ ബേബിയും ഞാനും അമ്മയും അഞ്ചിലായിട്ട് ഒരു കുഞ്ഞു ട്രിപ്പ് പോവുകയാണ്. നൈറ ബേബീൻ്റെ ഫസ്റ്റ് എന്താ പറയുക ഒരു ട്രിപ്പാണെന്ന് തന്നെ പറയാം. നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ പറ്റിയിട്ടില്ല അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു പ്ലേസിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പം എന്തായാലും ഈ ഒരു വ്ളോഗ് ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ ഓൾറെഡി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഡ്രസ്സ് പാക്കിങ്ങിലൂടെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്നാ കാണിച്ചു തരാം. നൈറ ഉറങ്ങുക കേട്ടോ. നൈറ ഇത്രയും നേരം എന്താ പറയുക ഭയങ്കര കളിയായിരുന്നു. ഇപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എല്ലാം എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് സംസാരിക്കില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുള്ളൂ. ഞാൻ വോയിസ് ഓവർ ചെയ്യാം. ഓക്കെ, നൈറ ബേബി കിടക്കുന്നുണ്ടല്ലേ, നല്ല ഉറക്കം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചത് കുറച്ച് പാൻസും അതുപോലെ തന്നെ ടീഷർട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സൽവാർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടോപ്പും അതുപോലെ തന്നെ ജീനും. പിന്നെ ഞാനൊരു ഡ്രസ് ടൈപ്പും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും. ഇനി ഇത് നൈറ ബേബീൻ്റെ കേട്ടോ എല്ലാ സാധനങ്ങളും. അപ്പം ഇതിൽ അവളെ സോക്സാണ് ഞാൻ എടുത്ത് വെച്ചത്. എല്ലാ ഡ്രസ്സിനും മാച്ചായിട്ടുള്ള സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ അവളെ വിറ്റമിൻ എന്താ പറയുക മെഡിസിനും പിന്നെ അവളെ കുളിപ്പിക്കുന്ന സോപ്പ് അങ്ങനത്തെ ലോഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ അവൾക്ക് ഞാൻ 2 സ്പെക്റ്റർ ടൈപ്പിലെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ തണുപ്പായിരിക്കുമല്ലോ അതുകൊണ്ട്. പിന്നെ കുറച്ച് ഉടുപ്പുകളും പിന്നെ വീട്ടിലെന്നാണ് പറയുന്നത് റൂമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ഡ്രസ്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവളത് കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ട് വാവേനെ കൊണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ റെഡ് സൽവാർ എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാൻ വേണ്ടി, പക്ഷേ ഞാൻ എടുത്ത് വെച്ചില്ല, വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഓൾ സെറ്റ് നമ്മളെ പെട്ടി പൂട്ടി ഗൈസ്. പിന്നെ നൈറ ബേബീൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളാണ്. അവളെ സിംലാക് പൗഡറും പിന്നെ അവളെ കുറച്ച് സ്നാക്സ് ഉണ്ട് അതും, പിന്നെ ബോട്ടിലും, പിന്നെ അവളെ കുറച്ച് പാത്രം അതും ഇതും ഒക്കെ എടുത്ത് വെച്ച്. ഇത് നല്ല കോമഡിയാണ്. വീട്ടിലെല്ലാം കൂടി കെട്ടിപ്പറക്കി പോകുന്ന പോലെയാണ് ഞാൻ പോയത്. വാവലിനെ കൂടെ നമുക്കതൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെയല്ല ഈ ബാഗിൽ ഇത് വേഗം എളുപ്പത്തിലെടുക്കാൻ വേണ്ടിയിട്ട് ആ ബാഗിൽ ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടോ. പിന്നെ അവളെ പാമ്പേഴ്സ് ഞാനൊരു വേറെ സെപ്പറേറ്റ് ഒരു കവറിലാക്കി. ഇത് കുറേ പാമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ അത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പാമ്പേഴ്സൊക്കെ കവറിലാക്കി സെറ്റാക്കി വെച്ചു. എന്നിട്ട് നമ്മുടെ നൈറ ബേബീന് ഞാൻ ചോറൊക്കെ കൊടുത്ത് അപ്പം ഞങ്ങൾ പോവാണ്. എല്ലാവരും ഞങ്ങൾ മാസം വരുന്നുണ്ട് 2 ബാഗൊക്കെ എടുത്തിട്ട്. ഞങ്ങളെ അസിസ്റ്റൻ്റാണ് ബാസി. കുഞ്ഞിന് രക്ഷയാണ് ചുട്ടാള്. ഞങ്ങൾ ട്രെയിനിലതിനെ കൊണ്ട് AC ഒക്കെ ആയിരിക്കും. അപ്പം AC ആണ് ബുക്ക് ചെയ്തത്. അപ്പം നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾക്ക് സ്വെറ്റ് ടീഷർട്ടാണ് ഇട്ട് കൊടുത്തത്. ഞാൻ എവിടെ പിടിക്കാന് നമ്മുടെ മാസി. ബൈ ബൈ. അമ്മേനെ ബാബാബോ ഓർക്ക് ബാബാബോ അമ്മേനെ ബാബാബോ ഓർക്ക് കുഞ്ഞോ. അമ്മേനെ ബാബാബോ ഓർക്ക് മാസി ബാബാബോ ബാബാബോ. നടക്കാണ് ഇവിടെ മുല്ലപ്പൊക്കെ അതാ വെക്കുന്നു. അതൊക്കെ കണ്ടപ്പോ അടങ്ങിയിരുന്ന് നോക്കുക അല്ലേ. ഇത്രയും നേരം മാന്ന് പറഞ്ഞതാ. ഒക്കെ ഇല്ലണ്ടാ മാസിനെ കുറച്ച് ചക്കര മാസി
ഇതെന്തിനാ ഇങ്ങനെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കന്നെ ട്രെയിൻ വന്ന്. അപ്പോൾ എല്ലാവരും ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓടാൻ പോവുകയാണ്. ഞാനൊക്കെ മെല്ലെ പോയി. പണ്ടൊക്കെ ഞാൻ ഓടിയിരുന്നു, ഇപ്പം മെല്ലെ പോയി. എന്താ വെച്ചാൽ നൈറ കയ്യിലുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി പോവാട്ടോ. വേറെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല, ക്യാൻസലായി പോയി. അവസാനം വെയിറ്റിംഗ് ലിസ്റ്റ് 9, 10, 11 അങ്ങനെ എന്തോ ആയിരുന്നു. അവസാനം ഞങ്ങൾ TTR കാലും കൈയൊക്കെ പിടിച്ച് അങ്ങനെ ഞങ്ങൾ സീറ്റ് ഒപ്പിച്ച്. അതിൽ എന്താ പറയുക, ഞാനൊരു ഭാഗത്ത്, അമ്മ ഒരു ഭാഗത്ത്, അഞ്ചിലൊരു ഭാഗത്തായിരുന്നു ഉണ്ടായത് കേട്ടോ. ഇത് നമ്മൾ ഒരുമിച്ചിട്ടിരിക്കുന്നത് TTR വരുന്നതിൻ്റെ മുന്നേ ഒരുമിച്ചിരുന്നതാണ്. അങ്ങനെ ഞാനും നയറയും ഒറ്റയ്ക്കായി. ഗായ്സ്, ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ സീറ്റ് ക്യാൻസലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെയും ഞങ്ങൾ എന്താ പറയുക, TTRോടൊക്കെ സംസാരിച്ചിട്ട് സീറ്റ് സെറ്റാക്കി 2000 സംതിങ് അങ്ങോട്ട് ഒരാൾക്ക് അടിച്ചിട്ടുണ്ട് പെർ ഹെഡ്. അങ്ങനെ എനിക്കും നയറയ്ക്കും എവിടെയോ ഒരു സീറ്റ് കിട്ടി. ഓരോരുത്തരും ഓരോരോ സീറ്റിലാണ്. നയറതാ ഇന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയും മോളും ആണ്. ലവഞ്ഞോ ഞങ്ങൾ ട്രിപ്പ് മൂടും. ഗൈസ്, നമ്മൾ നയറ ബേബിക്ക് ഷീറ്റ് കിട്ടാനായിട്ട് കുഞ്ഞു ഹസീൻ്റെ സൗന്ദര്യം നോക്ക്. വാശിൻ്റെ സൗന്ദര്യം നോക്ക്. നൈറ ബേബി ഫുൾ എക്സൈറ്റഡ് ആട്ടോ. അവളെ ഫസ്റ്റ് ട്രിപ്പല്ല, അപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഈ ട്രെയിനിൽ ഇതിലൊക്കെ കയറുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ നോക്കിക്കാണ്. പിന്നെ എല്ലാവരുടെ അടുത്ത് നിന്നൊക്കെ ഓരോരോ സ്നാക്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ടൈം പോയത് അറിഞ്ഞില്ല. ഓരോരോ സ്നാക്സ് തിന്നിരിക്കുന്നു ഞങ്ങൾ. പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട, ഇവളെ ഓരോരുത്തരുടെ കയ്യിൽ സ്നാക്സ് വാങ്ങി വരും. ഇപ്പോൾ കുഞ്ഞുവിന് 2 സ്നാക്സായി ഇവിടുത്തെ ആൾക്കാർ കൊണ്ടു കൊടുക്കുന്നത്. ഞങ്ങൾക്ക് നല്ല സുഖമായി. അതുകൊണ്ട് അമ്മയ്ക്കുണ്ട ഇവരുണ്ടാക്കും തിന്നാം. ഭയങ്കര സന്തോഷം, മാഷയ്ക്ക് സന്തോഷം. നൈറ ബേബി പിന്നെ ഫുൾ എല്ലാവരോടും കമ്പനി ആയിട്ടോ. ഓരോരുത്തർ വന്നിട്ട് എടുക്കും, കളിപ്പിക്കും. ഇവള് ഫുൾ എന്താ പറയുക, ഓരോ സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി പോവുക ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു ആൻറ്റി വന്ന്. ആ ആൻറ്റീൻ്റെ അടുത്തായി അവൾ. പിന്നെ ആൻറ്റീൻ്റെ അടുത്ത് ഫുൾ കമ്പനി. പിന്നെ ഫുൾ ചെയിനൊക്കെ നോക്കുക, ആൻറ്റീൻ്റെ മാല നോക്കുക. ഫുൾ ഓരോന്നും കഥ പറച്ചിലൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നിട്ട്. വന്ദേ ഭാരതത്തെ ഫുഡ് അടിപൊളിയാട്ടോ. ചപ്പാത്തിയും പിന്നെ റൈസും ഐസ്ക്രീമും അങ്ങനെ 2 കറികളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ധൈര്യത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ കുഞ്ഞുവിനെ വെച്ചിട്ട് ഐസ്ക്രീം ആദ്യം കഴിച്ച്, പിന്നെ അഞ്ജലി വന്നിട്ടാണ് പിന്നെ ഞാൻ കഴിച്ചത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറേൻ്റെ അമ്മമ്മേൻ്റെ സീറ്റിലേക്ക് പോയി. അവിടെ ഒരാൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ വിളിച്ച് വേഗം വന്നോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പം ഇവൾ മുന്നിലിരിക്കുന്ന ആളെ മുടി പിടിച്ച് വലിക്കാൻ നോക്കുകയാണ്. ആളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ കൈയിട്ടിട്ടും വേന്തിയിട്ടൊക്കെ പിടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ട്. ഓരോ കൂക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആൾ നല്ല ഉറക്കത്തിൽ അതിനെ കൊണ്ട് ചെയ്യുന്നില്ല, അടി കിട്ടിയിട്ടില്ല. ഉറങ്ങുന്ന ആളെ കണ്ണടയൊക്കെ പൂവിട്ട്
ഫൈനലി ഞങ്ങൾ TVM എത്തി. ഇനി ഞങ്ങൾ ടാക്സി പിടിക്കണം. എന്നിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിലേക്ക് ഞങ്ങൾക്ക് പോകണം. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. നൈറ ബേബി ഇതാ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല തിരക്കാട്ടോ. ടാക്സി ബുക്ക് ചെയ്യുന്നിടത്തും ഓട്ടോ ബുക്ക് ചെയ്യുന്നിടത്തൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് ജിഞ്ചർ എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു TVM ഉള്ളത്. അത്യാവശ്യം നല്ല അടിപൊളി ഹോട്ടലാണ്. പക്ഷേ അവിടുത്തെ സർവീസ് പറ്റും മോശം തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത്. 2-3 സ്റ്റാഫ് ഉണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര ലാഗായിരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയം ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളല്ലെങ്കിലേ ടയേർഡായിട്ടാണ് വന്നത്. എന്നിട്ടും ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് വൻ ടാസ്ക്കാണ്. എന്താ പറയുക, ദേഷ്യം വരുമായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ കുറേ നേരം നിന്ന്, ഏതായാലും ബുക്ക് ചെയ്തതല്ലേ. അങ്ങനെ ഞാൻ നൈറേനായിട്ട് കുറേ കളിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ചിട്ട് നൈറേനെ എടുത്തെടുത്തിട്ട് ഞാനൊരു വഴിയായിട്ടുണ്ട്. ഞാൻ നല്ല ടയേർഡാണ്. അവസാനം ഇവളാണെങ്കിൽ ഈ പച്ച ഈ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് കണ്ടിട്ട് ഇവൾക്ക് താഴെ ഇറങ്ങണം തന്നെ. അങ്ങനെ അവസാനം ഞാൻ താഴെ ഇരുത്തി, അല്ലാണ്ട് സമ്മതിക്കുന്നില്ല നൈറ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്ക് റൂമിൻ്റെ കീ കിട്ടി. നമ്മൾ റൂമിൽ കയറി. അപ്പോൾ നമ്മൾ 3 days റൂമാണ് ഗൈസ് ഇത്. ഇതെന്താ കുഞ്ഞോ? അത് ഓരാണ് താഴ്ത്ത്. അമ്മ അഞ്ചിനൊന്നും അടപ്പിടി. ഇതാരാ ഇരിക്കുന്നേ? ചക്കര. നമ്മളൊരു റൂം എടുത്തതാ ഗൈസ്. ഒരു എക്സ്ട്രാ ബെഡ് ചോദിച്ചപ്പം ഇത് കുറച്ച് മാറ്റിട്ട സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പൊടിയായിരുന്നു. എനിക്ക് തോന്നുന്നു കാലങ്ങളായി അടിച്ച് വാരിയിട്ട്. അങ്ങനെ ഞങ്ങൾ രാത്രി 1 മണിക്കാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം പൊറോട്ട, പിന്നെ ചിക്കൻ ലിവർ ഫ്രൈയും ചിക്കൻ കറിയും വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കൈ കാണണം. ഇത് നമ്മളിവിടുത്തെ ആലിയാസ് നാട്ടോ വാങ്ങിയത് TVM. ഇവിടെ 1-1.25 നൈറ ഉറങ്ങിയിട്ടില്ല. കാണിച്ചത് എന്താ മാവയ്ക്ക് ഒരു ഉമ്മയും കൂടി കൊടുക്ക്. ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരമാണ് കേട്ടോ. ഞങ്ങൾ പ്ലാൻ ചെയ്തത് വേറൊരു സ്ഥലത്തേക്കായിരുന്നു, പക്ഷെ അതൊന്നും പറ്റിയിട്ടില്ല. നൈറ ബേബിനെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് എന്തോ നേർച്ചയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് TVM വന്നത്. പിന്നെ വർക്കലയിൽ പോകണം അങ്ങനെ. അപ്പം ഇന്ന് രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് പറ്റിയില്ല. ഞാൻ പീരിയഡ്സാണ്. അപ്പം നൈറ ബേബിനെ അവർ കൊണ്ടുപോയിട്ടില്ല. നൈറ ബേബിനെ ഞാൻ തന്നെ വേണം, അവൾ കരയും. അപ്പം നൈറ ബേബി ഇതാ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് താഴെ. ഞാൻ താഴെ ഒരു ബെഡ് എക്സ്ട്രാ അവരോട് ചോദിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ബെഡിന് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഉറങ്ങിപ്പോയാൽ, ഞാനിപ്പം ഡീപ്പ് സ്ലീപ്പ് ചെയ്യലില്ല, അപ്പോൾ അഥവാ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ താഴെ വീണാൽ നല്ല പറ്റും. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ബെഡ് ചോദിച്ചിട്ട് താഴെയാണ് കിടത്തിയത്. ഞാനും അവൾ താഴെ ഇരുന്ന് കിടന്നത്. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്ന്, പക്ഷേ അത് പറ്റിയിട്ടില്ല. ഇനി നെക്സ്റ്റ് ടൈം പോവാം. അപ്പം ഇനി ഇന്ന് ഞങ്ങൾ ഈ റൂമിൽ നിന്ന് റൂം വെക്കറ്റ് ചെയ്തിട്ട് പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കാണിച്ചൊന്നല്ലോ, റൂം അത്രയും മോശമാണ്. പിന്നെ എന്താ പറയുക, ഈ കസ്റ്റമർ സർവീസ് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് പോവാണ്. ഇനി നമ്മൾ വർക്കലയിലേക്കാണ് പോകുന്നത്. ഇനി അവിടുന്ന് കാണിച്ചു തരാം കേട്ടോ എന്താണെന്നുള്ളത്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നൈറ മോള് ഉറങ്ങുകയാണ്. ഇപ്പോൾ 10 മണിയാവാനായി. ഇന്നലെ അവൾ 2 മണിക്കാണ് ഉറങ്ങിയത്. അപ്പോൾ ഉറക്കം മൊത്തം ഇപ്പോഴത് തീർക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ നൈറ ബേബിനായിട്ട് ട്രാവൽ ചെയ്യാൻ ഞാൻ വിചാരിച്ച് നല്ല ബുദ്ധിമുട്ടായിരിക്കുന്നു, പക്ഷേ അത്ര അങ്ങോട്ട് എന്താ പറയുക വികൃതി ഇല്ലായിരുന്നു.
ഓക്കെ ആയിരുന്നു. പക്ഷേ ട്രെയിനിൽ നിന്ന് മൊത്തം ഭയങ്കര എന്താ പറയുക ചാടിക്കളിയൊക്കെ ആയിരുന്നു. പക്ഷേ മാനേജ് ചെയ്ത് കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു തീരെ എനിക്ക് പറ്റൂലെന്ന്, ഈ ഫുഡിൻ്റെ കാര്യമായാലും ഒക്കെ. പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അപ്പോൾ നൈറ ബേബീൻ്റെ 2024 ഫസ്റ്റ് ട്രിപ്പാണ്. അതായത് ഇപ്പം ഈ ഇയർ എൻഡിങ് അല്ലേ, അതായത് കൊല്ലം അവസാനിക്കാനായി. എന്തായാലും ഈ ഒരു കൊല്ലത്തിൽ നൈറ ബേബി ജനിച്ച് അവളെങ്കിൽ ഒരു ഇവിടെ അടുത്താണെങ്കിലും ഒരു ചെറിയൊരു യാത്രയ്ക്ക് കൊണ്ടുപോകാൻ പറ്റി. ഭയങ്കര സന്തോഷം. അപ്പം ഇനി നെക്സ്റ്റ് ഇയറിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ന്യൂ ഇയർ വിശേഷങ്ങൾ എന്താണ്? ഇനി നൈറ ബേബിനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവിടെ ഫുഡ് തീർന്നു. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അത് കഴിച്ച് ഇനി അഞ്ജലിക്ക് വന്നിട്ട് വേണം നമ്മൾക്ക് വേറെ സ്ഥലത്തേക്ക് പോവാൻ. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ബൈ ബൈ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ നൈറ ബേബി എണീച്ചേ. നൈറിനെ വിച്ചുന്നത് എല്ലാവരും എന്നെ നോക്ക്. ഉറക്കത്തിൻ്റെ ഉറക്കപ്രാന്ത. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ 10 മണി വരെ കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പെൺകുട്ടികൾ 10 മണി വരെ ഒങ്ങാന്ന് മോളൊങ്ങിക്കളിട്ടാ. കുഞ്ഞ ഒരു ഉമ്മ ഉണ്ട് അമ്മയ്ക്ക്. ഇനി എന്ത് വേണം? ചറ്റമ്മ രാവിലെ ഒരു പൊന്നും പറ്റ മോളാണപ്പാ. അപ്പൊ ഞാൻ നൈറ ബേബീനെ പല്ലൊക്കെ തേപ്പിക്കട്ടെ, ഫ്രഷ് ആവട്ടെ. ഞങ്ങൾ എന്നിട്ട് അമ്മമ്മ ചിന്നു അല്ലേ? അമ്മം ചിന്നൂല നമ്മള് ഒക്കെ പോണ്ടിലാണ് നമ്മുടെ പൊന്ന്. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഓ ഓ ഒക്കെ മാറിയില്ല. അപ്പോ എടോ ഒന്ന് മുഖം കാണിച്ചു കൊടുക്കടോ. നൈറ ബേബി ഇത് റിസപ്ഷനിലേക്ക് വിളിച്ച് ചോദിക്കുക നമുക്ക് പ്ലേറ്റ് വേണമെന്ന് അല്ലേ കുഞ്ഞു? അതവിടെ വെച്ചാള്. വേണ്ട, ഫോൺ എടുത്ത് താഴെ വെക്കേണ്ട അവസ്ഥയാവുന്നെങ്കിൽ തോന്നുന്നുണ്ട്. ആവുന്നുമില്ല. ബാ പിന്നെ ഞങ്ങളിതാ മാസിയും അമ്മമ്മയും അമ്പലത്തിൽ പോയി വന്നു. 2 മടിച്ചികൾ അമ്പലത്തിൽ. മാസിനെ കാണാൻ നല്ല ഡ്രസ് ഉണ്ടല്ലോ കുഞ്ഞോ. ഓ കണ്ണാടി നോക്കാൻ തിരിഞ്ഞിട്ട് നമ്മള് രണ്ടാളും കുളിക്കാത്ത കുട്ടി. മാസി എവിടെ പോന്നെ? ഓറഞ്ച് ഉണ്ടാ മാസി? അമ്മമ്മയിലേക്കാ കൈ. അടിച്ചു വിട്. അതെ നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യാണ്. ഞാനും കുഞ്ഞും കണ്ടോ സെയിമാ, വൈറ്റ് ആൻഡ് ബ്ലൂ. അമ്മ അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നു. മാസി ഇവിടെ. മാസി മോളും സെയിം. അത് മാസി ഈ ഡ്രസ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ ഒരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്രൈവർ നമ്മളെ TVM മ്യൂസിയം സൂ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. കണ്ടോ, ഞാനൊന്ന് കുളിച്ചിട്ട് മുടി ഉണക്കാൻ ഇട്ടതാണ്. എൻ്റെ മുടി പിടിച്ച് വലിച്ച് കളിക്കുക. കുഞ്ഞിക്കൈയിൽ മുടി. ഞാൻ പറഞ്ഞു കൊടുക്കും, എല്ലാവരും പറഞ്ഞു. കുഞ്ഞു അമ്മയ്ക്കൊരു ഉമ്മതാ. അമ്മയ്ക്കൊരു ഉമ്മതാ. അമ്മയ്ക്ക് ഏതുമ്മ കളി. ഒരു ഉമ്മ ഉണ്ട് അമ്മയ്ക്ക്. ഒരു ഉമ്മ മറ്റുമ്മ. അപ്പം നമ്മൾ മ്യൂസിയം സൂ ഒക്കെ കാണാൻ പോട്ടെ. ഇനി ഈ വ്ളോഗിൻ്റെ അടുത്ത പാർട്ട് ഞാൻ വേഗം തന്നെ ഇടാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.